അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിസെ സെയ്ഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ജേണലാണ്. അപ്പോൾ ഹിസ്റ്റോറിസെ സെയ്ഡ് സ്ക്രിപ്റ്റ് വാസ് എ ജേണൽ പബ്ലിഷ്ഡ് ബൈ ലിയോപോൾഡ് വോൺ റാങ്കി. അപ്പോൾ ലിയോപോൾഡ് വോൺ റാങ്കി ദ ഫസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ എന്നറിയപ്പെടുന്ന റാങ്കിയാണ് ഹിസ്റ്റോറിഷെ സെയ്ഡ് സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ജേണൽ എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് റാങ്കി സെമിനാർ, റാങ്കിയുടെ സെമിനാർ, ഫേമസ് സെമിനാർ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ജേണൽ പബ്ലിഷ് ചെയ്തത്. ഇനി ആ ജേണലിൻ്റെ ഉപയോഗങ്ങളാണ്, അല്ലെങ്കിൽ ആ ജേണലിലൂടെ എന്താണ് പറഞ്ഞു വെക്കുന്നതെന്നാണ് പറയുന്നത്. ദിസ് ജേണൽ എക്സ്പ്ലെയിൻസ് ദ ട്രൂ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. എങ്ങനെയാണ് നമ്മൾ ഒരു ഇവൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഹിസ്റ്ററിയിലോട്ട് ഓരോ ഇവൻറ്റ്സും മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം നമ്മളത് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അത് ഈ ഒരു പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. ദിസ് ജേണൽ ബേസിക്കലി സ്റ്റുഡ് ഫോർ ഒബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് സോഴ്സസ്. അതായത് സോഴ്സസ് നമ്മൾ എന്ത് ചെയ്യണം, വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം നമ്മൾ സോഴ്സസ് എടുക്കുന്നത്. അത് എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് നോക്കണം, ഓതറിൻ്റെ പെർസ്പെക്റ്റീവ്, ആ ഒരു സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, അത് എല്ലാം നോക്കിയിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സസിനെ അനലൈസ് ചെയ്യണം. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ഹിസ്റ്റോറിഷെ സെയ്ഡ് സ്ക്രിപ്റ്റിലൂടെ പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഓഫൻ റിഗാർഡ് ദ മോസ്റ്റ് അംബീഷ്യസ് പ്രോജക്റ്റ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഇതുവരെ ഉള്ള എല്ലാ പ്രോജക്റ്റിനെക്കാട്ടും വളരെയധികം ഇൻട്രസ്റ്റോടെയും വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു വർക്കായിട്ട് നമുക്ക് കണക്കാക്കാം ഈ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വർക്ക് 12 വോളിയൂംസിലുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദി ഇയർ 1934 ആൻഡ് 1961. ഇത്രയും ഒരു ലോങ് ഇയറിൻ്റെ ഇടയിലാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന് 12 വോളിയൂംസ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒരാളാണ് ചെയ്തത്. ഇനി ഈ ഒരു പുസ്തകത്തിൻ്റെ തീം എന്താണെന്ന് പറയാം. അപ്പോൾ തീം എന്ന് പറയുന്നത് അദ്ദേഹം ഡിസ്കസ് അബൌട്ട് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് 21 വേൾഡ് സിവിലൈസേഷൻ. അതായത് 21 സംസ്കാരങ്ങൾ, ലോകത്തിലുള്ള സംസ്കാരങ്ങൾ, ഏകദേശം 6000 വർഷത്തോളം ഉണ്ടായി 21 സംസ്കാരങ്ങളും അവരുടെ വളർച്ചയും താഴ്ചയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. അപ്പോൾ പുസ്തകം ആരാണ് എഴുതിയെന്ന് എഴുതി, അത് പബ്ലിഷ് ചെയ്ത ഇയർ പറഞ്ഞ്, അതിനുശേഷം പുസ്തകത്തിൻ്റെ തീം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 മാർക്ക് ഇങ്ങനെ ചോദിക്കും, ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ എഴുതണം. ഇത് ആര് എഴുതിയെന്ന് ഡെഫിനറ്റ്ലി എഴുതണം, പബ്ലിഷ് ചെയ്ത ഇയർ, പിന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ള തീം. സോ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് യൂണിവേഴ്സൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഹിസ്റ്ററി എഴുതിയത് ഇബൻ ഖാൽദൂനാണ്. അപ്പോൾ ഈ വർക്കിന് ഏകദേശം 7 വോളിയൂംസ് ഉണ്ട്. ആ 7 വോളിയൂംസ് 3 ബുക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് ബുക്ക്, ഇനി ഓരോ ബുക്കിലും എന്താണ് പറയുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ദ ഫസ്റ്റ് ബുക്ക് ഡിസ്കസ് അബൌട്ട് ദ സിവിലൈസേഷൻ ഇൻ ജനറൽ ആൻഡ് ഇറ്റ് ഇമ്പാക്ട്സ് ഓൺ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദിയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ സംസ്കാരങ്ങളില്ലേ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതും അത് എത്രത്തോളം ഓരോ മനുഷ്യരുടെ ക്യാരക്ടേഴ്സ്, അവരുടെ സ്വഭാവത്തെയും അവരുടെ മാറ്റങ്ങളെയും എല്ലാത്തിനും എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് അറബ് എംപയറിൻ്റെ എക്സ്പാൻഷനാണ്. അതായത് അറേബ്യൻ എംപയർ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു. അത് ആദ്യം എക്സ്പാൻഡ് ചെയ്തത് എന്താണ്, ഏഷ്യ മുതൽ ആഫ്രിക്ക, പിന്നെ യൂറോപ്പ്. അതായത് എക്സ്പാൻഷൻ ഓഫ് അറബ് എംപയർ ഫ്രം ഏഷ്യ ടു ആഫ്രിക്ക ആൻഡ് യൂറോപ്പ്. ഇനി തേർഡ് ബുക്ക് എന്താണ് കാണിക്കുന്നത്, ആഫ്രിക്കയിലുള്ള ബർബർ ഡൈനാസ്റ്റിൻ്റെ ഹിസ്റ്ററിയാണ് തേർഡ് ബുക്കിൽ കാണിക്കുന്നത്. അടുത്തത് ന്യൂ സയൻസ് ആണ്. അപ്പോൾ ന്യൂ സയൻസ് ആ പുസ്തകം എഴുതിയത് ജിയാൻ ബാറ്റിസ്റ്റ വിക്കുവാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ബുക്കാണിത്. ആ പുസ്തകത്തിൽ ഹി ക്വസ്റ്റ്യൻ ദ റെനെ ഡികാർട്ടിസ്. അപ്പോൾ റെനെ ഡികാർട്ടിസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയനെ ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യാണ്. ആൻഡ് റെനെ ഡികാർട്ടിസ് കൊണ്ടുവന്ന ഒരു തിയറിയാണ് കാർട്ടീസിയൻ തിയറി. അപ്പോൾ കാർട്ടീസിയൻ തിയറി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എല്ലാ ബ്രാഞ്ച് ഓഫ് നോളജിനും ഒരേ മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഒരേ മെത്തേഡ് അപ്രോച്ച് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ വീക്കു എന്താണ്, ഈ ഒരു മെത്തേഡിന് എതിരെയാണ്. അത് ഇതിൽ പറയുന്നുണ്ട്, ഹി വാസ് എഗെയിൻസ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ജനറലൈസേഷൻ. അതായത് ഓരോ ബ്രാഞ്ച് ഓഫ് നോളജിനും അതിൻ്റേതായിട്ടുള്ള മെത്തേഡ് ഉണ്ടല്ലോ. എല്ലാം ഒരേപോലെ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഒരേപോലെ പഠിക്കുമ്പോൾ അതായത് ഓരോത്തിനും അതിൻ്റെ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ റെനെ ഡികാർട്ടിസ് പറയുന്നത് തെറ്റാണ്. അതിനെതിരെ ഒരു ആൻറ്റി കാർട്ടീസിയനാണ് ആര്, നമ്മുടെ വീക്കു എന്ന് പറയുന്നത്. അതായത് കാർട്ടീസിയൻ തിയറിക്ക് എതിരെയാണ്. ഹി ക്വസ്റ്റ്യൻ ദ റെനെ ഡികാർട്ടിസ് and stated that Cartesian theory was too oriented towards mathematical and physical science and denied art, law and history. പോരാത്തതിന് എന്താണ് ഈ ഒരു കാർട്ടീസിയൻ തിയറി എന്താണ് സയൻസ് സബ്ജക്റ്റിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഹ്യൂമാനിറ്റീസിലിരുന്ന ആർട്ട്, ലോ, ഹിസ്റ്ററി അതിനൊക്കെ ഡിനേ ചെയ്തു. അതിനൊന്നും എന്താ പറയുക, അതിനൊന്നും പ്രസക്തി അവർ മനസ്സിലാക്കുന്നില്ല. റൈറ്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, വീക്കോയെ സംബന്ധിച്ചിടത്തോളം ഏരിയ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആണ്. അതുപോലെ തന്നെ ഏരിയ ഓഫ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നതാണ് എക്സ്റ്റേർണൽ ആണ്. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഓഡിയൽ ഓഫ് ദി യൂണിയൻ ആണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജോസഫ് അലൻ ലെവൻസ് ആണ്. ഇനി ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്, അമേരിക്കയിൽ നടന്ന സിവിൽ വാർ എന്ന് വെച്ചാൽ ആഭ്യന്തര യുദ്ധം, അതിനെ പറ്റിയിട്ടുള്ള ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇത് 8 വോളിയൂംസ് ആയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആൻഡ് കോംപ്രഹെൻസീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് സമഗ്രമായ ചരിത്രം. അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത് ദ റച്ചഡ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1967 അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തത് അൾജീരിയൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഫ്രാൻസിസ് ഫെനൻ ആണ്. അപ്പോൾ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ വളരെയധികം സ്വാധീനിച്ചൊരു ബുക്കാണ് ദ റച്ചഡ് ഓഫ് ദ എർത്ത്, പബ്ലിഷ്ഡ് ഇൻ 1967 ബൈ അൾജീരിയൻ ഹിസ്റ്റോറിയൻ ഫ്രാൻസിസ് ഫെനൻ. അപ്പോൾ ഇത് എന്താണ് ഹിസ്റ്ററി ഫ്രം ബിലോയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കാണ്. ഇതിൽ പറയുന്നത് ഇറ്റ് ഇസ് എ പാത്ത് ബ്രേക്കിംഗ് സ്റ്റഡി ഇൻ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഫ്രം ബിലോ. അതായത് അത് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന രീതിയിലാണ് അർത്ഥം വെക്കുന്നത്. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 3 ഓർഡർ ആണ്, ഫ്യൂഡൽ സൊസൈറ്റി ഇമാജിൻഡ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജോർജസ് ഡ്യൂബയാണ്. ആൻഡ് ഈ ഒരു പുസ്തകത്തിൽ
ഒരു സൊസൈറ്റിയെക്കുറിച്ച് അവിടുത്തെ ആളുകളെക്കുറിച്ച് വെറുതെ പഠിക്കുക മാത്രമല്ല, അവർ കീപ്പ് ചെയ്ത വാല്യൂസ്, അവരെങ്ങനെയാണ് ഈ ലോകത്തെ ഇമാജിൻ ചെയ്തത്, ചിന്തിച്ചത്, എല്ലാം പഠിക്കുന്ന ഒരു പുസ്തകമാണ്. എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ദ 3 Order Feudal Society Imagined. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ജോർജസ് ഡ്യൂബെ. ഹിസ് അറ്റംപ്ഷൻ ടു സ്റ്റഡി നോട്ട് ജസ്റ്റ് പീപ്പിൾ, ആളുകളെക്കുറിച്ച് മാത്രം പഠിക്കുകയല്ല, പക്ഷേ അവർ കീപ്പ് ചെയ്ത മൂല്യങ്ങളില്ലേ, ബട്ട് ദിയർ വാല്യൂ സിസ്റ്റംസ് ആൻഡ് ഹൗ ദേ ഇമാജിൻ ദെയർ വേൾഡ്. സോ നെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററിയാണ്. സോ ദിസ് ബുക്ക് ഡിസ്കസസ് ദ എവറിഡേ ലൈഫ് ഓഫ് ദ റൂറൽ പീപ്പിൾ ഓഫ് ദ റൂറൽ പീപ്പിൾ ഓഫ് ദ ഫ്രാൻസ് അപ് ടു ദ പീരീഡ് ഓഫ് ദ റെവല്യൂഷൻ. അതായത് അവിടെയുള്ള റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഫ്രഞ്ച് പീപ്പിളിൻ്റെ ലൈഫ് അപ് ടു ദ റെവല്യൂഷൻ, ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ വരെയുള്ള അവരുടെ ജീവിതം കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് ആ പേര് തന്നെയുണ്ട്. അതായത് ഫ്രാൻസിലെ റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം, അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ വരെയിട്ടുള്ള അവരുടെ ജീവിതം കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി. അപ്പോൾ അവിടെയുള്ള കോമൺ പീപ്പിൾസിൻ്റെ ലൈഫാണ് ഇവിടെ കാണിക്കുന്നത്. അതിവിടെ പറയുന്നത് ഇറ്റ് അനലൈസസ് ദ എവറി ആക്സെപ്റ്റ് ഓഫ് ദ ഫ്രഞ്ച് പെസന്റ് ആൻഡ് അഗ്രേറിയൻ കണ്ടീഷൻസ്. അവിടെയുള്ള കർഷകരുടെ എല്ലാ ആക്സെപ്റ്റും, അതുപോലെ തന്നെ കാർഷികപരമായ സാഹചര്യങ്ങളും അതെല്ലാം നോക്കി കാണുന്ന ഒരു പുസ്തകമാണ് ദ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി. നെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത് റോയൽ ടച്ച് ആണ്. സോ റോയൽ ടച്ച് ഈസ് ആൻ എൻക്വയറി ഇൻ ടു ദ മെഡീവൽ യൂറോപ്യൻ പീരീഡ് ദാറ്റ് ദ കിങ്സ് കുഡ് ക്യൂർ ദ ഡിസീസസ് ഓഫ് ദിസ് സബ്ജക്ട്. അതായത് മെഡീവൽ യൂറോപ്യൻസിൻ്റെ ഒരു വിശ്വാസമാണ്, അതായത് രാജാക്കന്മാർക്ക് അവരുടെ ആ ഒരു ടച്ച് കൊണ്ട് അവരിങ്ങനെ തൊടുമ്പോൾ അവരുടെ കീഴിലുള്ള സബ്ജക്റ്റിലുള്ള അസുഖങ്ങൾ അവർക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇത്തരം ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ ആ പെർട്ടിക്കുലർ രാജാവിന് എന്താണ്, രാജവാഴ്ച കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദ ബുക്ക് ഡിസ്കസ് ഇറ്റ് ഈസ് ആൻ എൻക്വയറി ഇൻ ടു. അപ്പോൾ അതിലൂടെയുള്ള ഒരു അന്വേഷണമാണെന്ന് റോയൽ ടച്ച് എന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററിയും റോയൽ ടച്ചും ഈ 2 പുസ്തകവും എഴുതിയിരിക്കുന്ന ആരാണ്, മാർക്ക് ബ്ലോക്ക് ആണ്. സോ അതുകൊണ്ടാണ് രണ്ടിലും ഓദറെ മെൻഷൻ ചെയ്യാത്തത്. സോ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഓദറിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുതണം. സോ റോയൽ ടച്ച് ഈസ് ആൻ എൻക്വയറി ഇൻ ടു ദ മെഡീവൽ യൂറോപ്യൻ ബിലീഫ് ദാറ്റ് ദ കിങ്സ് കുഡ് ക്യൂർ ദ ഡിസീസസ് ഓഫ് ഹിസ് സബ്ജക്ട് ജസ്റ്റ് ബൈ എ റോയൽ ടച്ച്. He stated that the belief in the supernatural powers of the king strengthened the monarchy in the medieval period. ആ ഒരു എന്താ പറയുക, ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് തങ്ങളുടെ രാജാവിനെ എന്നുള്ള ആ ഒരു ജനങ്ങൾക്കിടയിൽ അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു മൊണാർക്കി വലുതാക്കാൻ, ആ ഒരു രാജവാഴ്ച കൂടുതൽ സ്ട്രോങ് ആക്കാൻ എന്ത് സഹായിച്ചിട്ടുണ്ട്. മെഡീവൽ പീരീഡിലൊരു വിശ്വാസമാണ്. അപ്പോൾ അതിലോട്ടുള്ള ഒരു അന്വേഷണമാണ് ദ റോയൽ ടച്ച്. ഇനി നെക്സ്റ്റ് ബുക്ക് വന്നിട്ട് ബ്ലാക്ക് വുമൻ ഇൻ വൈറ്റ് അമേരിക്കയാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഗർഡ ലേണറാണ്. ഗർഡ ലേണറാണ്. ഗർഡ ഓർ ജഡ whatever. Black Women in White America that was published in 1972 by Gerda Lerner is a documentary history which chronicles 350 years of black women being treated as a property and describes a long-term effects of slavery in America. അതായത് 350 വർഷം വരെയുള്ള എന്താ പറയുക, ബ്ലാക്ക് വുമൻ എങ്ങനെയാണ് അമേരിക്കയിൽ ഒരു അടിമയായിട്ട് അവരെ ട്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പോലെ അവരെ ട്രീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ലൈഫ് കാണിക്കുന്ന ഒരു പുസ്തകമാണ് ബ്ലാക്ക് വുമൻ ഇൻ വൈറ്റ് അമേരിക്ക. ആൻഡ് ദിസ് ഇസ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ബുക്ക് ടു ഡീറ്റെയിൽ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബ്ലാക്ക് വുമൻ ഇൻ അമേരിക്കൻ വുമൻ ഹിസ്റ്ററി. സാധാരണ അമേരിക്കൻ വുമൻ ഹിസ്റ്ററിയിൽ ബ്ലാക്ക് വുമൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും കാണിക്കാറില്ല. And this is the first book. നെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത് ഓറൽ ട്രഡീഷൻസ് ആസ് ഹിസ്റ്ററി ആണ്. ആൻഡ് ദ ബുക്ക് ഓറൽ ട്രഡീഷൻ ആസ് ഹിസ്റ്ററി ഇറ്റ് ഇസ് റിട്ടൺ ബൈ ബെൽജിയൻ ഹിസ്റ്റോറിയൻ ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ജാൻ വെൻസിനിയാണ്. അപ്പോൾ ജാൻ വെൻസിനി ഒരു ബെൽജിയൻ ഹിസ്റ്റോറിയനും ആന്ത്രോപോളജിസ്റ്റും ആയിട്ടുള്ള ജാൻ വെൻസിനിയാണ് ഈ ഓറൽ ട്രഡീഷൻ ആസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1985. അപ്പോൾ ഓറൽ ട്രഡീഷൻ ആസ് ഹിസ്റ്ററി എഴുതിയിരിക്കുന്നത് ജാൻ വെൻസിന, പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1985. ദിസ് ബുക്ക് പ്രൊവൈഡഡ് വേൾഡ് വൈഡ് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഓൺ ഓറൽ ട്രഡീഷൻ. അതായത് ഓറൽ ട്രഡീഷനെ പറ്റി വേൾഡ് വൈഡ്, ലോകമെമ്പാടുമുള്ള അത്തരത്തിലുള്ള ഒരു കാര്യം, ഓറൽ ട്രഡീഷനെ പറ്റി വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഹിസ് വർക്ക്സ് ഹാവ് ലെഡ് ടു ദ അക്സെപ്റ്റൻസ് ഓഫ് ഓറൽ ട്രഡീഷൻ ആസ് എ വാലിഡ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി. അതായത് ഓറൽ ട്രഡീഷൻ നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു എന്താ പറയുക സോഴ്സ് മെറ്റീരിയലായിട്ട് എടുക്കണം എന്ന് ആ ഒരു കാര്യം കൊണ്ടുവന്നത് തന്നെ ആരാണ്, നമ്മുടെ ജാൻ വാൻസിനെയാണ്. കാരണം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അത്രമാത്രം അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ അങ്ങനെയുള്ള ഒരു പുസ്തകം എന്തായാലും നമുക്ക് ഇതെന്തായാലും ഒരു സോഴ്സ് ആയിട്ട് ഹിസ്റ്ററിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ആളും കൂടിയായിരുന്നു ആരെ, ജാൻ വാൻസിന. സോ അതാണ് ഇവിടെ പറയുന്നത്, ഹിസ് വർക്ക്സ് ഹാവ് ലെഡ് ടു ദ അക്സെപ്റ്റൻസ് ഓഫ് oral tradition as a valid source of history. He explains not only how oral tradition have been used in the past but also how they should be used by historians in their research. അതായത് ഓറൽ ട്രഡീഷൻ എങ്ങനെയാണ് പണ്ടുള്ളവർ ഉപയോഗിച്ച് എന്ന് മാത്രമല്ല പറയുന്നത്, പകരം ഹിസ്റ്റോറിയൻസ് എങ്ങനെയായിരിക്കണം അവരുടെ റിസർച്ച് വർക്കിലൊക്കെ എങ്ങനെയായിരിക്കണം ഈ ഓറൽ ട്രഡീഷൻസ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഓറൽ ട്രഡീഷനും ഹിസ്റ്റോറിയനും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയായിരിക്കണം എന്നും കൂടി, അതായത് പ്രസൻറ്റിലോടും കൂടി അദ്ദേഹം എന്ത് തരുന്നുണ്ട്, ഒരു നോളജ് തരുന്നുണ്ട്. അടുത്ത പുസ്തകമാണ് വൈൽഡ്നെസ് ആൻഡ് അമേരിക്കൻ മൈൻഡ്. ആൻഡ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് റോഡ്രിക് നാഷാണ്. ആൻഡ് ഇത് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കായിട്ടാണ് കണക്കാക്കുന്നത്, വൈൽഡ്നെസ് ആൻഡ് അമേരിക്കൻ മൈൻഡ്. ഓക്കെ നെക്സ്റ്റ് ബുക്ക് എ ഹിസ്റ്ററി ഓഫ് ഫുഡാണ്. സോ ഹിസ്റ്ററി ഓഫ് ഫുഡ് ഇസ് ബൈ
ഫെർണാണ്ടസ് ആംസ്ട്രോങ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് അക്കാഡമിക് വർക്ക് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ഫുഡ് ആൻഡ് സൊസൈറ്റി. അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ എല്ലാ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ്. പക്ഷേ ഇന്നേ വരെ ആരും ഫുഡിനെ പറ്റി ഒരു പുസ്തകം എഴുതുകയോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ഫെലിപ്പെ ഫെർണാണ്ടസ് ആംസ്ട്രോങ് എന്ന് പറയുന്ന വ്യക്തി മുന്നിട്ടിറങ്ങി ഒരു ഫുഡിനെ പറ്റിയുള്ള ഒരു ചരിത്രം എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഒരു ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് അക്കാഡമിക് വർക്ക് അബൌട്ട് ദ ഫുഡിനെ പറ്റിയുള്ള ഒരു ചരിത്രമാണ് എന്ത് കാണിക്കുന്നത്, ഹിസ്റ്ററി ഓഫ് ഫുഡ് കാണിക്കുന്നത്. ആൻഡ് ദ ബുക്ക് പ്രൊവൈഡ്സ് എ ഹിസ്റ്റോറിക്കൽ ജേർണി അബൌട്ട് ദ ഫുഡ് ഫ്രം ദ വെരി സ്റ്റാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി ടു ദ ഇൻഡസ്ട്രിയലിസം ഓഫ് ദ മോഡേൺ ഏജ്. അതായത് മനുഷ്യൻ്റെ ആ ഒരു ഭക്ഷണത്തോടുള്ള ആ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ ഭക്ഷണത്തിനുണ്ടാകുന്ന ആ ഒരു മാറ്റം, വെരി ബിഗിനിങ് ഓഫ് ദി ഹ്യൂമാനിറ്റി, ജീവിതം, മനുഷ്യൻ്റെ ജീവൻ തുടങ്ങുന്നത് മുതൽ ഇന്ന് ഈ മോഡേൺ ഏജിൽ വരെ ഫുഡിനുണ്ടായിട്ടുള്ള മോഡേൺ ഏജിൽ ഇൻഡസ്ട്രിയലിസം വരെയുള്ള അപ്പോൾ വരെ ഫുഡിനോടുള്ള ആ ഒരു ആ ഒരു ഫുഡിൻ്റെ ഒരു ജേർണിയാണ് ഇതിൽ പറയുന്നത്. He makes in-depth enquiries and vividly describes how food had changed the attitude of human beings through centuries. അപ്പോൾ ഇതിൽ അദ്ദേഹം വളരെയധികം അന്വേഷിച്ച് ഓരോ കാര്യം വിവരിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഭക്ഷണം മനുഷ്യൻ്റെ സ്വഭാവത്തെ, ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, സ്വാധീനിച്ചതെന്നൊക്കെ അദ്ദേഹം ഈ പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ബുക്ക് സെഞ്ചുറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ആണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഫിലിപ്പ് അരീസ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ സെമിനൽ സ്റ്റഡി ഓൺ ചൈൽഡ്ഹുഡ് ആൻഡ് ഫാമിലി ലൈഫ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. അതായത് വെസ്റ്റേൺ വേൾഡിൽ അവിടെയുള്ള കുട്ടികളെക്കുറിച്ചും അവിടെയുള്ള കുടുംബത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു പുസ്തകമാണ് സെഞ്ചുറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ പണ്ടുള്ളവർ മിഡീവൽ വേൾഡിലുള്ള ആൾക്കാർ കുട്ടികളായിട്ട് കൗണ്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവർ എങ്ങനെ വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ കുട്ടികൾ ഭയങ്കര വീക്കാണ്, അവരെ കൗണ്ട് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല, അവരെ നമുക്ക് ഈ ലോകത്ത് ഒരു ഭാഗമായിട്ട് കണക്കാക്കാൻ പോലും പറ്റില്ല, അവരെപ്പോൾ വേണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് പോവാം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കുട്ടികളോട് ആളുകൾക്ക് ഉണ്ടായത്. പക്ഷേ ഈ ഒരു ചൈൽഡ് ഹിസ്റ്ററി, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും അവർക്ക് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനും ഭയങ്കര അധികം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഹിസ്റ്റോറിയനാണ് നമ്മുടെ ഫിലിപ്പ് അരീസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ചൈൽഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ചൈൽഡ്ഹുഡ് ഒരു സീരിയസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ആക്കി അതിനെ അദ്ദേഹം വളരെയധികം റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് ദ attitude towards the children and how it is progressive and evolved over time with economic changes and social advancement. അതായത് കാലക്രമേണ കുട്ടികളോട് ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം അത് എത്രത്തോളം പ്രോഗ്രസീവായി, എത്രത്തോളം അത് മാറി, അതായത് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ വളർച്ചയിലും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള വളർച്ചയിലും കുട്ടികളോടുള്ള ജനങ്ങളുടെ മാറ്റം എത്രത്തോളം ഉണ്ടായി എന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ് സെഞ്ചുറീസ് ഓഫ് ചൈൽഡ്ഹുഡ്. അതായത് പണ്ട് എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ എന്തായി മാറിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ഇവല്യൂഷൻ ഓഫ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ടുവേർഡ്സ് ചിൽഡ്രൻ, അതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിലൂടെ കാണിക്കുന്നത്. അതായത് കുട്ടികളോടുള്ള ആളുകളുടെ ആ ഒരു മാറ്റം, ആ ഒരു പെരുമാറ്റം, അത് സാമൂഹികമായിട്ട് ഉണ്ടായ വളർച്ചയിലും സാമ്പത്തികമായിട്ടുണ്ടായ വളർച്ചയിലും ആളുകൾക്കുണ്ടായ ഒരു മാറ്റമാണ് എന്ത് ചെയ്യുന്നത് ഈ പുസ്തകത്തിൽ കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് സെമിനൽ സ്റ്റഡി ഓൺ ദ ചൈൽഡ്ഹുഡ് ആൻഡ് ഫാമിലി ലൈഫ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. അതിൻ്റെ സെൻട്രൽ തേസിസ്, അതിൻ്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ചിൽഡ്രൻ were progressive and evolved over time with economic change and social advancement. Earlier it was considered that children were too weak and to be counted and they could disappear at any time. It is he who made the history of childhood a serious field of study. അദ്ദേഹത്തിന് അതിന് ഒരുപാട് ക്രിറ്റിസൈസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ബട്ട് he just continued his work and proved it.